ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട് സ്ട്രോങ് റൂം ഇലക്ഷൻ കമ്മീഷൻ തുറന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടായിരുന്നു. അവിടെ വലിയ അട്ടിമറിയൊക്കെ തന്നെ ആളുകൾ പ്രതീക്ഷിക്കുകയും അതിനെക്കുറിച്ച് വലിയ വിവാദമുണ്ടാവുകയും ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ അവിടെ തുറന്നത് സ്ട്രോങ് റൂം അല്ല. കാരണം വെള്ളിമാട് കുന്നുള്ള JDT കോളേജിലാണ് ഇതിൻ്റെ ബാലറ്റ് പെട്ടികളെല്ലാം തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ആ ബാലറ്റ് പെട്ടികളെന്ന് പറയുന്നത് കോഴിക്കോട് സൗത്തിൻ്റെയും അതുപോലെ തന്നെ നോർത്തിൻ്റെയും കോഴിക്കോട് സൗത്തിൻ്റെയും അതുപോലെ തന്നെ കുന്നമംഗലത്തിൻ്റെയും പിന്നെ നമ്മുടെ കൊയിലാണ്ടിയുടെയും ഒക്കെ തന്നെ പേരാമ്പ്രയുടെയും ഒക്കെ തന്നെ പെട്ടികളാണ് അവിടെ സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു മെറ്റീരിയൽ റൂമാണ് തുറന്നിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടായിരുന്നു. വിവാദമുണ്ടായതിൻ്റെ കാരണം നിങ്ങളെല്ലാവരും അറിയേണ്ടത്, സാധാരണയൊന്നും സംഭവിക്കാത്തതുപോലെ അതിൻ്റെ മുമ്പിൽ കോൺഗ്രസ്സുകാർ 24 മണിക്കൂറും UDF കാവലേർപ്പെടുത്തിയിരിക്കുകയാണ് ആളുകളിട്ട്. ആ കാവലേർപ്പെടുത്തിയതിൻ്റെ കാര്യം കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒട്ടും വിശ്വാസ്യതയില്ലാത്ത, എന്തട്ടിമറിയും പ്രതീക്ഷിക്കാവുന്ന ഒരു സംവിധാനമായി മാറിയിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അവിടെയുള്ള UDFകാർ ചെയ്യേണ്ട പണിയാണ് അവർ ചെയ്തിട്ടുള്ളത്. അതീവ ജാഗ്രതയോടുകൂടിയാണ് ഇവർ ഇത്തവണ ഇലക്ഷൻ നേരിട്ടത്. കഴിഞ്ഞ തവണ നമുക്കറിയാം കേരളത്തിൽ സുരേഷ് ഗോപി ജയിച്ചത് എങ്ങനെയാണെന്ന്. കാരണം സുരേഷ് ഗോപി തൃപ്പൂണിത്തുറയിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തുമൊക്കെയുള്ള നിരവധി വോട്ടുകൾ ഇവിടെ കൊണ്ടുവന്ന് തൃശ്ശൂർ കൊണ്ടുവന്ന് ചേർക്കുകയും പൂങ്കുന്നം പോലെയുള്ള സ്ഥലങ്ങളിലെ ഫ്ലാറ്റുകളിൽ ചേർക്കുകയും അങ്ങനെ ഒരു സാധാരണ ഒരിക്കലും ഇല്ലാത്തതുപോലെ ഒരു മണ്ഡലത്തിലും വോട്ട് വർദ്ധിക്കാത്തതുപോലെ തന്നെ ഏതാണ്ട് 2019 വർദ്ധിച്ചതിനേക്കാൾ 85,000 വോട്ടുകളും 2014 ഏതാണ്ട് 1,46,000 വോട്ടുകളുമൊക്കെ വർദ്ധിക്കുന്ന ഒരു പ്രതിഭാസം നമ്മൾ തൃശ്ശൂർ കണ്ടു. മറ്റെല്ലാ മണ്ഡലങ്ങളിലും ഏറ്റവും കൂടിയ മണ്ഡലങ്ങളിൽ പോലും 4% വോട്ടുകൾ 2019 അപേക്ഷിച്ച് കൂടിയപ്പോൾ 2024 കൂടിയപ്പോൾ തൃശ്ശൂർ മാത്രം 11% വോട്ടുകളാണ് കൂടിയത്. അപ്പോൾ അത്തരത്തിൽ എങ്ങനെയും തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കാൻ വേണ്ടി BJP ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ BJPയുടെ കൊള്ളൂത്തുകാരായിട്ട് നമ്മുടെ പുതിയ ജ്ഞാനേഷ് കുമാറിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ഇലക്ഷൻ കമ്മീഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ വിശ്വാസ്യതയൊക്കെ അങ്ങട്ട പടലം തകർന്നിരിക്കുകയാണ്. കേരളത്തിൽ പോലും റിസൾട്ട് വന്നതിന് ശേഷം അവർ പെർസെൻറ്റേജ് പുറത്തുവിടാൻ തന്നെ ദിവസങ്ങളെടുത്തു. അതിനകം ഏതാണ്ട് വലിയ പെർസെൻറ്റേജ് കൂടി എന്നൊക്കെ പറഞ്ഞുള്ള പ്രചരണമൊക്കെ വന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുള്ള അത്ര ആളുകൾ തന്നെ ഇത്തവണയും വോട്ട് ചെയ്തിട്ടുള്ളൂ. അതായത് കഴിഞ്ഞ 2021 കമ്പയർ ചെയ്താൽ ഏതാണ്ട് 7 ലക്ഷത്തോളം വോട്ട് കൂടുതലാണ്. ഇതാണ് വാസ്തവം. പിന്നെ ഇതൊക്കെ ഇപ്പോൾ ആദ്യമായിട്ടല്ല സംഭവിക്കുന്നത്. 2024 ലോക്സഭയിലേക്ക് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിലും ഇവർ വിട്ടിട്ടുള്ള പോളിംഗ് പെർസെൻറ്റേജും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഫൈനൽ കണക്കുകളൊക്കെ അതൊക്കെ തന്നെ വളരെ വൈകിയാണ് പുറത്തുവിട്ടത്. ആ വൈകി പുറത്തുവിടുന്നതൊക്കെ തന്നെ വലിയ തോതിലുള്ള മിസ്മാച്ച് ഉണ്ടായിരുന്നു. അതുപോലെ മഹാരാഷ്ട്ര ഇലക്ഷനിലൊക്കെ വലിയ സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് UDF അവിടെ ചെയ്യേണ്ട പണിയാണ് ചെയ്തത് എന്നുള്ളതിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും എനിക്കില്ല. അതിൽ തീർച്ചയായിട്ടും ഇപ്പോൾ TR റസാഖ് മാസ്റ്റർ അവിടെ സ്ഥാനാർത്ഥിയായിരുന്നു. അതുപോലെ പ്രവീൺ കുമാർ അവിടെ സ്ഥാനാർത്ഥിയായിരുന്നു. ഇവരെല്ലാം തന്നെ വളരെ ജാഗ്രതയോടുകൂടിയാണ് കണ്ടിട്ടുള്ളത്. അവർ 24 മണിക്കൂറും അതിൻ്റെ മുമ്പിൽ ആളുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിഷയത്തിലേക്ക് നമ്മൾ പോരാം. ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ ചാനലിൽ നമ്മളൊരു മെമ്പർഷിപ്പ് എടുക്കാനുള്ള ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മെമ്പർഷിപ്പ് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ട് സൈഡിലായിട്ട് ജോയിൻ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. അതിൽ കൂടി പ്രസ് ചെയ്തുകൊണ്ട് മെമ്പർഷിപ്പ് എടുക്കാം. മെമ്പർഷിപ്പ് എടുത്താൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ അതിനർത്ഥമുള്ളൂ. അല്ലാതെ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള വീഡിയോസോ പെർക്സോ ഒന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് മാസം 179 ആണ് അതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത്. 179 രൂപയാണ്. അതുപോലെ 359 രൂപയുണ്ട്. അങ്ങനെ പല ലെവലുകളിലുള്ളതുണ്ട്. താല്പര്യമുള്ളവർക്കും ചെയ്യാൻ മനസ്സുള്ളവർക്ക് സാമ്പത്തികമുള്ളവരൊക്കെ അത് ചെയ്താൽ മതി. അല്ലാത്തവർ ഇപ്പോൾ വീഡിയോകൾ കണ്ടാൽ മതി, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയാൽ മതി എന്നുള്ളതാണ് പറയാനുള്ളത്. നമുക്ക് ടോപ്പിക്കിലേക്ക് തിരിച്ചു വന്നാൽ ഈ പേരാമ്പ്രയിൽ, അപ്പോൾ പേരാമ്പ്രയുടെ അവിടെ മത്സരിച്ചിരുന്ന UDFൻ്റെ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ കൗൺസിലറായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ കൗൺസിലറായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ യുവരക്തമായിട്ടുള്ള ഫാത്തിമ തെഹ്ലിയാണ്. അപ്പോൾ ഫാത്തിമ തെഹ്ലിയാണ് TP രാമകൃഷ്ണനെതിരെ മത്സരിച്ചത്. അത് വലിയ വിവാദമായിരുന്നു. കാരണം TP രാമകൃഷ്ണനെതിരെ പലതരത്തിലുള്ള ചെപ്പടി വിദ്യകളുമൊക്കെ അവർ പരീക്ഷിച്ചിട്ടുണ്ട് UDF എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ആരെയും അറിയിക്കാതെ സ്ട്രോങ് റൂമും അതിൻ്റെ തൊട്ടടുത്തുള്ള മെറ്റീരിയൽ റൂമും തുറന്നു. മെറ്റീരിയൽ റൂം തുറന്നതിന് പറഞ്ഞത് വളരെ വിചിത്രമായിട്ടുള്ളൊരു വാദമാണ്. അത് പറഞ്ഞത് അവിടെ ഒരു ഡയറി വെച്ച് മറന്നുപോയി. അപ്പോൾ ഈ ആപ്പിലേക്ക്, അതായത് ഇലക്ഷൻ കമ്മീഷൻ ആപ്പിലേക്ക് അതിൻ്റെ ഡാറ്റാസൊക്കെ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെടുക്കാൻ വേണ്ടി വന്നതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ വലിയ പ്രക്ഷോഭവുമായിട്ട് മുന്നിലേക്ക് വരികയും റസാഖ് മാസ്റ്ററും പ്രവീൺ കുമാറും അതുപോലെ തന്നെ MK രാഘവനും നിയാസും വക്കീലും ഒക്കെ തന്നെ എല്ലാവരും കൂടി വന്ന് വലിയ പ്രശ്നമുണ്ടാക്കുകയൊക്കെ ചെയ്തു. പക്ഷേ പ്രശ്നമുണ്ടാക്കി ഇവരൊക്കെ ആദ്യമേ തന്നെ വന്ന് സംസാരിച്ച്, ഈ പ്രവീൺ കുമാറും നമ്മുടെ റസാഖ് മാസ്റ്ററൊക്കെ വന്ന് സംസാരിച്ചു. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റാണ്, പ്രവീൺ കുമാർ DC പ്രസിഡന്റാണ്. അപ്പോൾ ഇവരൊക്കെ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ ഞെട്ടിപ്പോകുന്നൊരു കാര്യം കണ്ടത്. കാരണം നോക്കുമ്പോൾ ഫാത്തിമ തെഹ്ലിയ അകത്തുനിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് നടന്നു വരികയാണ്.
അപ്പോൾ ഇവർ ഞെട്ടിപ്പോയി. കാരണം വെച്ചാൽ ഫാത്തിമ തഹ്ലിയ ഇവരോടൊന്നും പറഞ്ഞിട്ടില്ല, UDF-നെ അറിയിച്ചിട്ടില്ല, മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് അറിയിച്ചിട്ടില്ല, ആരെയും അറിയിച്ചിട്ടില്ല. പകരം ഫാത്തിമ തഹ്ലിയ പറയുന്നൊരു കാര്യം, അവരെ 8 മണിക്ക് വിളിച്ചിട്ട് അവരോട് റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞു 9 മണിക്ക് ഇങ്ങനെ തുറക്കുന്നുണ്ട്, നിങ്ങളൊന്നുമില്ലെങ്കിൽ വരണം, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു വിടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ ഒരു ഏജൻറ്റിനെ പറഞ്ഞു വിട്ടു. ആ ഏജൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് തുറന്നത് എന്ന് പറഞ്ഞാൽ റിട്ടേണിംഗ് ഓഫീസർ മുൻകൂട്ടി അറിയിക്കാതെ ആരും അറിയാതെ തുറന്നതാണ് എന്ന് പറയുന്നത് അവിടെ തന്നെ ചീറ്റി. യഥാർത്ഥത്തിൽ ഇത് ഫാത്തിമ തഹ്ലിയുടെ ഒരു വെളിവുകേടാണ്. കാരണം ഫാത്തിമ തഹ്ലിയെ കൃത്യമായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള റസാഖ് മാസ്റ്ററെയോ അല്ലെങ്കിൽ കൂടെയുള്ള മറ്റ് ഈ പറയുന്ന ഫൈസൽ ബാബുവിനെ പോലെയുള്ള ഏതെങ്കിലും കൂടെയുള്ള സ്ഥാനാർത്ഥികളെയൊക്കെ തന്നെ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി അറിയിക്കേണ്ടതാണ്. അതൊന്നും അറിയിച്ചില്ല. അതുകൊണ്ട് ഫാത്തിമ തഹ്ലി വിചാരിച്ചത് സിമ്പിളാണ്, അവിടെ ചെന്ന് തുറക്കുന്നൊരു കാര്യമില്ല എന്ന് വിചാരിച്ചു. ഇനി പരിചയക്കുറവുണ്ടാകും. പക്ഷേ എന്താണെങ്കിലും ശരി, വലിയ തോതിൽ UDF അവിടെ ഉയർത്തിക്കൊണ്ടുവന്നത് ഇത്തരത്തിൽ സ്ട്രോങ് റൂം ഉണ്ട്, അതിലൊരു അട്ടിമറി നടക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറയുന്ന അവരുടെ ഭയം കുറച്ച് നേരത്തേക്കെങ്കിലും ഉണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് ഫാത്തിമ തഹ്ലിയ വന്നിട്ട് പറയുന്നത് ഇതേപോലെ എന്നെ മുൻകൂട്ടി അറിയിച്ചിരുന്നു, പക്ഷേ ഞാൻ 9 മണിക്ക് വിടണമെന്ന് പറഞ്ഞ ആളെ ഞാൻ ഏതാണ്ട് 11 മണിക്കാണ് വിട്ടത്. ആ 11 മണിക്ക് വിട്ടപ്പോഴേക്കും അവിടെ തുറന്നിരുന്നു എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സൈഡ് എന്ന് പറയുന്നത്, ഇപ്പം കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ അദ്ദേഹം വളരെ കൃത്യമായൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കണക്കും അപ്ഡേറ്റ് ചെയ്യേണ്ട, ഒന്നും അപ്ഡേറ്റ് ചെയ്യേണ്ട. കാരണം ഒരു സ്ട്രോങ് റൂമോ അതിൻ്റെ തൊട്ടടുത്തുള്ള മെറ്റീരിയൽ റൂമോ തുറക്കണ്ട. ഇതിൽ തന്നെ വലിയ മിസ്റ്റേക്ക് ഉണ്ട്. കാരണം സ്ട്രോങ് റൂമിൻ്റെ അടുത്ത് അങ്ങനെ ഒരു മെറ്റീരിയൽ റൂം വെക്കുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ മഹാബദ്ധമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇവർ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ? ആ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഇച്ഛകൾക്കനുസരിച്ച് കൂട്ടുനിൽക്കുമെന്ന് പറയുന്ന ഭയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ആ ഭയമുണ്ടായത് എങ്ങനെയാണ്? ആ ഭയമുണ്ടായത് ഇന്നും ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായിട്ട് രാഹുൽ ഗാന്ധി ഉയർത്തിയിട്ടുള്ള വോട്ട് ചോരി പോലുള്ള ആരോപണങ്ങൾക്കും മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പുകൾക്ക് എങ്ങനെയാണ് ആളുകൾ പാതിരാത്രി 12 മണി 9 മണി വരെയൊക്കെ വോട്ട് ചെയ്തത്, ഒരാൾ 1/2 മിനിറ്റ് 1 മിനിറ്റ് കൊണ്ടും 10 സെക്കൻഡ് കൊണ്ടും വോട്ട് ചെയ്തു എന്ന് പറയുന്ന കണക്കുകളൊക്കെ വിശ്വസിക്കാൻ കഴിയാത്ത കണക്കുകളാണ്. അഭൂതപൂർവമായിട്ടുള്ള വർധനമാണ് രാത്രികളിൽ മാത്രം അവിടെ പോളിംഗ് ബൂത്തുകളിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഭയമാണ് നെള്ളിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ ആ അട്ടിമറിയുടെ വിവരങ്ങൾ ആദ്യമായി പുറത്തേക്ക് കൊണ്ടുവന്നത് ഞാനാണ് അതിൻ്റെ ഡാറ്റാബേസ് പരിശോധിച്ച് എന്താണ് കുഴപ്പം എന്ന് കണ്ടെത്തിയത്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയോടും സംസ്ഥാന പ്രസിഡന്റിനോടും ഒക്കെ പറഞ്ഞത്. അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാര്യം, ഞാൻ സുരേഷ് ഗോപി തോക്കുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ സുരേഷ് ഗോപി ജയിച്ചപ്പോൾ എനിക്കത് അത്രത്തോളം ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്ത് സംഭവിച്ചു എന്ന് ഞാൻ തിരഞ്ഞു നോക്കുമ്പോഴാണ് ഇതുപോലെ അഭൂതപൂർവമായിട്ടുള്ള വളർച്ച വോട്ടിൻ്റെ ഈ പറഞ്ഞ പോലെ വോട്ടുകളുടെ നമ്പറിൻ്റെ കാര്യത്തിൽ അവിടെ ഉണ്ട് എന്ന് കണ്ടെത്തുകയും അതിൽ ഒരു അസ്വാഭാവികത ഉണ്ടെന്ന് കണ്ടെത്തുകയും നമുക്ക് കൃത്യമായി നോക്കിയാൽ ആർക്കും തന്നെ, അതായത് 2019 അപേക്ഷിച്ച് വടകരയിലും ആലത്തൂരും മാത്രം ആകെ കൂടിയിട്ടുള്ളത് 20,000 വോട്ടുകളാണ്. കോട്ടയത്ത് കൂടിയിട്ടുള്ളത് 5,000 വോട്ടുകളാണ്. അങ്ങനെ ആകെ 5 മണ്ഡലങ്ങളിൽ അതിലൊരു മണ്ഡലത്തിൽ 1000 വോട്ടേ കൂടിയിട്ടുള്ളൂ. ബാക്കി 4 മണ്ഡലങ്ങളിലും തന്നെ 20,000-ൽ താഴെ വോട്ടുകളാണ് കൂടിയിട്ടുള്ളത്. അതിൽ 2 20,000 ഉള്ളൂ, ബാക്കിയുള്ളതിലൊക്കെ 5,000-ൽ താഴെയാണ്. അപ്പോൾ അങ്ങനെ വോട്ടുകൾ കൂടിയിട്ടുള്ള 5 മണ്ഡലങ്ങൾ ഒഴിച്ചു വെച്ചാൽ കേരളത്തിൽ 2019 അപേക്ഷിച്ച് ആ 2019 കൂടിയത്ര വോട്ടുകൾ കൂടിയില്ല. കാരണം കുറയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കുറയുമ്പോൾ തൃശ്ശൂരിൽ മാത്രം 1,86,000 വോട്ടുകളുടെ വർധനവുണ്ടായി എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഗൗരവമായ പ്രശ്നങ്ങളെ ഫാത്തിമ തഹ്ലിയെ പോലെയുള്ള ആളുകൾക്ക് ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശം ഉണ്ടായാൽ അവർ കൃത്യമായിട്ട് അവരുടെ നേതൃത്വത്തെ അറിയിക്കേണ്ടതാണ്. കാരണം അവിടെ വലിയ ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടുമാണ് റസാഖ് മാസ്റ്ററും പ്രവീൺ കുമാറും ഒക്കെ തന്നെ 24 മണിക്കൂറും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു സ്ട്രോങ് റൂമിൻ്റെ ഫ്രണ്ടിൽ പോലീസുകാരൊക്കെ കാവൽ നിൽക്കുന്നതിനേക്കാൾ ജാഗ്രതയോടുകൂടി UDF-ൻ്റെ പ്രവർത്തകർക്ക് കാത്തു നിൽക്കേണ്ടി വരുന്നത് എന്നുള്ളത് ഒരു വാസ്തവമാണ് എന്നുള്ളത് കൂടി അറിയുമ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് അപേക്ഷ വിശ്വാസ്യതയും ഒക്കെ എവിടെത്തി നിൽക്കുന്നു എന്നുള്ളത് കൂടി നിങ്ങളൊന്ന് ആലോചിക്കണം. എന്താണെങ്കിലും ഇപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇനി ഒരു ഡാറ്റയും അപ്ഡേറ്റ് ചെയ്യേണ്ട, അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 ദിവസത്തിനകം അപ്ഡേറ്റ് ചെയ്താലും മതി. അതുകൊണ്ട് വേണ്ടിയിട്ട് നിങ്ങളൊരു സ്ട്രോങ് റൂമും തുറക്കണ്ട, അതിൻ്റെ അടുത്തുള്ള മെറ്റീരിയൽ റൂമും തുറക്കണ്ട എന്നുള്ള അസന്നിഗ്ധമായ ഓർഡർ കൊടുത്തിട്ടുണ്ട്. തൽക്കാലത്തേക്ക് കാര്യങ്ങൾ ഇവിടെ അവസാനിക്കും എന്നുള്ളത് നമുക്ക് വിചാരിക്കാം. കൂടാതെ ഇത് വലിയ തോതിലുള്ള പ്രശ്നം UDF-നകത്ത് അവിടെ കോഴിക്കോട് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം വലിയ അസംതൃപ്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഫാത്തിമ തഹ്ലിയൊക്കെ നേരിട്ട് പാണക്കാട് തങ്ങളുടെ അടുത്തുനിന്ന് വന്നിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. അതുകൊണ്ട് അവർക്ക് അവിടെയുള്ള ജില്ലാ നേതൃത്വത്തോടോ അല്ലെങ്കിൽ മറ്റ് നേതാക്കന്മാരോടോ ഒക്കെ അത്രത്തോളം വലിയ
താല്പര്യമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതൊന്നുമില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഫാത്തിമ തഹ്ലിയക്ക് അറിയേണ്ടത്, പക്ഷെ ഒരുമിച്ച് നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പ്രതിരോധം സൃഷ്ടിക്കാൻ അവർ ശ്രമിക്കുമ്പോൾ അവരുടെ കൂടെ നിൽക്കേണ്ടതാണ്. ഫാത്തിമ തഹ്ലിയും ഇത് മനഃപൂർവ്വം ചെയ്താണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇതൊരാൾ എന്നെ വിളിച്ച് റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞു, അപ്പോൾ ഞാൻ അങ്ങോട്ട് നിന്ന് ചെന്നാൽ മതി എന്നുള്ള ലളിതമായ രീതിയിലാണ് ഇതിനെ കണ്ടത്. അങ്ങനെ കണ്ടാൽ പോരാ, ഈ ജാഗ്രത മെയ് 4 തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് മെഷീൻ എടുക്കുന്നത് വരെ വേണം എന്നുകൂടിയാണ് എനിക്ക് രാഷ്ട്രീയ പാർട്ടികളോട് പറയാനുള്ളത്. അത്രയൊക്കെ വിശ്വാസതയെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പം നിലവിലുള്ളൂ.